കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രായപരിധിയാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് കേരള PSCക്ക് നിലവിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പോലീസ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോം തസ്തികയിൽ ഈ 36 വയസ്സല്ല ഏറ്റവും ഉയർന്ന പ്രായപരിധി. അത് 27 വയസ്സാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള ഉയർന്ന തസ്തികകളിൽ ഉയർന്ന പ്രായപരിധിയിൽ ഏകദേശം 50 വയസ്സ് വരെ നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുണ്ട്. എങ്കിലും പൊതുവിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന LD ടൈപ്പിസ്റ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന സാധാരണ പരീക്ഷകളിലെല്ലാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ SC/ST വിഭാഗക്കാർക്ക് 5 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. അതായത് SC/STക്കാർക്ക് ഏകദേശം 36+5 41 വയസ്സ് വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷം വയസ്സിളവുണ്ട്. അതായത് അവർക്ക് 39 വയസ്സ് വരെ ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. വയസ്സിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി യോഗ്യതയാണ്. നമ്മൾ ഏത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താലും അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന യോഗ്യത ആ നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതിക്ക് മുൻപ് നമ്മൾ ആ യോഗ്യത നേടിയിരിക്കണം. ഒരു ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചെന്ന് കരുതുക. അതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 10-ാം തീയതിയാണെന്ന് കരുതുക. നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട്, അതായത് ഡിഗ്രി ആണല്ലോ ക്വാളിഫിക്കേഷൻ, ഡിഗ്രിയുടെ എക്സാമിൻ്റെ റിസൾട്ട് അടുത്ത മാസം 11-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് 10-ാം തീയതി രാത്രി 12 മണി വരെയാണ് ഈ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന അവസാന തീയതി. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ ആ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പല ഉദ്യോഗാർത്ഥികളും ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. ചിലർ ഈ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വ്യാജമായിട്ട് ഡിക്ലറേഷൻ കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നു. PSC ഒരു ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആക്കുന്നത് പ്രൊവിഷണലിയാണ്. ക്വാളിഫിക്കേഷൻ ഒന്നും ആദ്യം ചെക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുകയും നല്ല രീതിയിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട്